Hey guys, welcome back to our channel. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നത്തിങ് ഫോൺ 2നെ കുറിച്ചാണ്. സോ നത്തിങ് ഫോൺ 2 ഈ ഒരു ബ്രിട്ടീഷ് സമ്മറിലായിരിക്കും ലോഞ്ച് ചെയ്യുന്നതെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. സോ ഏകദേശം ഒരു ജൂലൈ മാസത്തിലൊക്കെ ആയിരിക്കും ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ കുറച്ച് ലീക്സ് ആൻഡ് റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. റീസെൻ്റായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഒരു ലീക്ക്ഡ് ഇമേജും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഫോണിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലോട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നത്തിങ് ഫോൺ 2ൻ്റെ ഒരു ലീക്ക്ഡ് ഇമേജ്. സോ ഈ ഒരു ഇമേജിലായിട്ട് നമ്മൾ ഒറ്റ നോട്ടം നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു നത്തിങ് ഫോൺ 1 തന്നെയാണ് ഓർമ്മ വരുന്നത്. കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസും കാര്യങ്ങളൊന്നും നമുക്ക് ആ ഒരു ഒറ്റ നോട്ടത്തിലൊന്നും മനസ്സിലാവില്ല. എന്തായാലും നല്ല രീതിക്കുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും ഇട്ടാണ് ഈ ഒരു നത്തിങ് ഫോൺ 2 ലോഞ്ച് ആകാൻ പോകുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ കൂടി നോക്കാം. ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു കർവ്ഡ് അലുമിനിയം ഫ്രെയിമാണ് ഈ ഒരു ഫോൺ വരുന്നത്. നമ്മൾ ഐഫോൺ 11 അതുപോലെ തന്നെ XRൽ കണ്ട എക്സാക്റ്റ് ആ ഒരു സെയിം കർവ്ഡ് ഫിനിഷാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇനി ഒരു ഫോണിൻ്റെ ബോട്ടം ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈപ്പ് സി പോർട്ടും സ്പീക്കർ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്കിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഈ ഒരു ഫോണിൽ വരുന്നില്ല. അതിപ്പോൾ ഒട്ടുമിക്ക ഒരു പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ഫോൺസിലും ആ ഒരു ഹെഡ്ഫോൺ ജാക്ക് എന്നുള്ള കൺസെപ്റ്റ് തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ കാൽപ്പൈ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നത്തിങ് ഫോൺ 2 എന്തായാലും ഒരു പ്രീമിയം ലെവലിലുള്ള ഒരു ഫോണായിരിക്കുന്നത്. സോ പ്രൈസും ആ ഒരു പ്രീമിയം ലെവലിൽ തന്നെയായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2.5D കർവ്ഡ് ഗ്ലാസ് ആണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു തിൻ ബെസൽസ് ഉള്ള ഒരു ഫോണാണ്. നത്തിങ് ഫോൺ 1ൽ ഇതുപോലെ തന്നെ നല്ലൊരു തിൻ ബെസൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ബോട്ടം ചിഹ്നമായാലും നല്ല രീതിക്കുള്ള കർവും കാര്യങ്ങളൊക്കെ നത്തിങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സെയിം കൺസെപ്റ്റ് തന്നെ ഡിസ്പ്ലേയിൽ ഇവിടെയും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡിസ്പ്ലേയുടെ ഭാഗത്തൊന്നും ഒരു ഇഷ്യൂവും കാര്യങ്ങളൊന്നും വരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു നത്തിങ് ഫോൺ 2ൽ നിന്ന് നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയുടെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 4700 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൽ നൽകി. നത്തിങ് ഫോൺ 1ൽ 4500 mAh ബാറ്ററി ആയിരുന്നു. സോ ഒരു 200 mAh ബാറ്ററി ഇൻക്രീസ് മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ അതൊരു വലിയ ചേഞ്ച് ആയിട്ടൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നല്ലൊരു എൻഹാൻസ്ഡ് വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു നത്തിങ് ഫോൺ 2ൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നും അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുമോ എന്നൊന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല. ചിലപ്പോൾ വരുമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു നോർമൽ 33 വാട്ടിൻ്റെ സപ്പോർട്ട് തന്നെയായിരിക്കും ഈ ഒരു നത്തിങ് ഫോൺ 2ലും വരുന്നത്. ഈ ഒരു നത്തിങ് ഫോൺ 2ൻ്റെ ഏറ്റവും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു ഫോണിൻ്റെ ചിപ്സെറ്റിൻ്റെ സൈഡിൽ നിന്നാണ്. സ്നാപ്ഡ്രാഗൺ തന്നെ ഏറ്റവും പവർഫുൾ ചിപ്സെറ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 1 ചിപ്പാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ചിപ്സെറ്റാണ്. നല്ല രീതിക്കുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഏതൊരു യൂസേജ് ആണെങ്കിലും നല്ല രീതിക്കുള്ള പെർഫോമൻസ് ആയിരുന്ന ഒരു ചിപ്പാണ് ഈ ഒരു 8 Gen 1 സീരീസ്. ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8 Gen 1 സീരീസിൽ 8K വീഡിയോ റെക്കോർഡിങ്ങിന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ചിപ്സെറ്റാണ്. സോ എന്തായാലും 8Kയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ തീർച്ചയായിട്ടും വരേണ്ടതാണ്. ഇനി ഇവർ കൊടുക്കുക, അല്ലെങ്കിൽ നത്തിങ് എന്ന ബ്രാൻഡ് ഈ ഒരു ഫോണിൽ ആ ഒരു 8Kയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുകയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ലോഞ്ചിൻ്റെ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തായാലും ആ ഒരു 8Kയുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഈ ഒരു ഫോണിൽ വരേണ്ടതാണ്. കാരണം ആ ഒരു ചിപ്സെറ്റ് 8K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചിപ്സെറ്റാണ്. ഈ ഒരു ഇമേജ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു നത്തിങ് ഫോൺ 1ഉം നത്തിങ് ഫോൺ 2ഉം തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും. ഡിഫറൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആർക്കോ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ ഒരു ലീക്ക്ഡ് ഇമേജ് റിയൽ ആണെങ്കിൽ ഒരു വ്യത്യാസവും കാര്യങ്ങളൊന്നും ഈ ഒരു നത്തിങ് ഫോൺ 2ൽ ഡിസൈനിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. എന്തായാലും പെർഫോമൻസ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ്റെ സൈഡിൽ നിന്ന് മാത്രമാണ് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് നത്തിങ് ഫോൺ 1ൽ നിന്ന് നത്തിങ് ഫോൺ 2ലേക്ക് വരുമ്പോൾ വന്നിരിക്കുന്നത്. അല്ലാതെ ഡിസൈൻ വൈസ് കാര്യമായിട്ടുള്ള വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇവർ കൊണ്ടുവന്നിട്ടില്ല. നത്തിങ് ഫോൺ 2ൻ്റെ ആ ഒരു ലീക്ക്ഡ് ഇമേജ് അല്ലെങ്കിൽ ലീക്ക്ഡ് സ്പെസിഫിക്കേഷൻസ് ഇറങ്ങിയപ്പോൾ കാൽപ്പേ തന്നെ ഒഫീഷ്യലായിട്ട് ട്വീറ്റ് ചെയ്തതാണ് ഫേക്ക് എന്നും പറഞ്ഞ്. സോ ഈ ഒരു കാൽപ്പേ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു റെൻഡേഴ്സ് അല്ലെങ്കിൽ റൂമേഴ്സിനെ കുറിച്ചാണോ അല്ലെങ്കിൽ ആ ഒരു ലീക്ക്ഡ് ഇമേജിനെ കുറിച്ചാണോ ഒന്നും നമുക്ക് ക്ലിയർ അല്ല. എന്തായാലും ഈ ഒരു ഫോണിൻ്റെ ലോഞ്ചിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40,000 എബോ ആയിരിക്കും. കാരണം കാൽപ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രീമിയം ലെവൽ സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും എന്ന്. എനിക്ക് തോന്നുന്നു ആ ഒരു ലീക്ക്ഡ് ഇമേജ് റിയൽ ഇമേജ് തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആ ഒരു ഫോണിൻ്റെ ഒറിജിനൽ ഇമേജ് തന്നെയാണെങ്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസവും കാര്യങ്ങളൊന്നും എന്തായാലും ഈ ഒരു നത്തിങ് ഫോൺ 2ൽ നമുക്ക് കാണാൻ സാധിക്കില്ല. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ലോഞ്ചിന് വേണ്ടി നല്ലൊരു ഫോൺ തന്നെ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇതിലും മികച്ചൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ദിസ് ഈസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രം ടെക്കി സ്പോർട്ട്. ഗുഡ് ബൈ.